മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ കർണാടക മുഖ്യമന്ത്രിയായി ജൂൺ 3 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഡി.കെ. ശിവകുമാർ. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഡി.കെ. ശിവകുമാർ ഇന്നലെ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പമാണ് ഡി.കെ. ലോക്ഭവനിലെത്തി ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിനെ കണ്ടത്. കാർത്തിക് വീണ്ടും ചേരുന്നുണ്ട്. കാർത്തിക്, കർണാടകയിലെ രാഷ്ട്രീയം കോൺഗ്രസിനെ സംബന്ധിച്ചൊരു മുഖം മിനുക്കലാണ് എല്ലാ അർത്ഥത്തിലും. അതാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഇ.ഡി. ഒക്കെ വലിയ തരത്തിലുള്ള നീക്കം നടത്തിയ വ്യക്തിയുടെ ഒരു തിരിച്ചുവരവ് മുഖ്യമന്ത്രിയായി നയിക്കാൻ പോകുന്നു. അപ്പോൾ ഡി.കെക്കൊപ്പം മന്ത്രിസഭയിൽ ആര് എന്ന ചോദ്യമുണ്ട്. ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമോ എന്ന മറ്റൊരു ആകാംക്ഷയുണ്ട്. ഇക്കാര്യത്തിലൊരു ധാരണയുണ്ടായതായ സൂചനകൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? ജൂൺ 3 ബുധനാഴ്ച 15 മന്ത്രിമാർ ഡി.കെ. ശിവകുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും എന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്നാൽ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. കാരണം സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്, ഒപ്പം പ്രാദേശിക പ്രാതിനിധ്യവും. മാത്രമല്ല, ശക്തമായ സമ്മർദ്ദവുമായി സിദ്ധരാമയ്യ പക്ഷവും രംഗത്തുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്രയ്ക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകണം എന്ന ആവശ്യം അത് വളരെ ശക്തമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് അംഗീകാരം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും നിർണായകം. മാത്രമല്ല, ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആദ്യഘട്ടത്തിൽ ചില എതിർപ്പുകൾ ഡി.കെ. ശിവകുമാർ പക്ഷത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ആ എതിർപ്പുകൾ വകവയ്ക്കേണ്ടതില്ല എന്നും, മാത്രമല്ല 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ അഹിന്ദ വോട്ടുകൾ നിർണായകമാണ്. ആ വോട്ടുകളെ സ്വാധീനിക്കണമെങ്കിൽ വിവിധ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാരുണ്ടാകണം. മാത്രമല്ല, മന്ത്രിസഭയിലടക്കം എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണം തന്നെയാണ് വേണ്ടത് എന്ന കഴിഞ്ഞ ദിവസം തന്നെ അവർ ധാരണയിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ സജീവമായി ചർച്ചയ്ക്ക് വന്നിരുന്നു. പക്ഷേ ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. എന്തായാലും നേതൃമാറ്റം അത് സുഗമമായി നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു അധികാര കൈമാറ്റം അത് സുഗമമായി നടത്താൻ കർണാടകയിൽ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ തുടരുകയുമാണ്. ജൂൺ 3 അധികാരമേൽക്കുമ്പോൾ ഡി.കെക്കൊപ്പം 15 മന്ത്രിമാർ ഉണ്ടാകും. യതീന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. എന്നാൽ സിദ്ധരാമയ്യയുടെ മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷയോടെ ഏവരും നോക്കുന്നതും. കർണാടകയിലെ മന്ത്രിസഭ സർക്കാരിൻ്റെ പുനഃസംഘടന ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നതാണ് അറിയാനുള്ളത്. എന്തായാലും കാത്തിരിക്കാം. കർണാടകയിൽ 3-ാം തീയതിയാണ് പുതിയ മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രി പദവി ഏൽക്കുന്നത്. അതിനുള്ളിൽ തന്നെ മന്ത്രിമാർ സംബന്ധിച്ച് ധാരണകൾ ഉണ്ടാകുമെന്ന് കരുതാം. ഒരു ഇടവേളയാണ് മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.